നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു വരുന്നതുമായ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാം. മുടിയെ സംബന്ധിച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളെ വിലയേറിയ ഓരോ കമൻസിനും വളരെയധികം നന്ദി പറയുന്നുണ്ട് കേട്ടോ. സംശയങ്ങൾക്കുള്ള മറുപടി പറയാട്ടോ. വെരിക്കോസിനെ കുറിച്ച് ചോദിച്ചിരുന്നു അല്ലേ? ഈ വെരിക്കോസ് എന്ന് പറയുന്നത് നമ്മളുടെ വെയിനിലുള്ള വാൽസ് അതിന് ഡാമേജ് ആവാം അല്ലെങ്കിൽ വീക്ക് ആവാം. ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ വരാതെ ഇരിക്കുക, ബൾജ് ചെയ്തിരിക്കാം, ചിലത് കാണാൻ പറ്റാതെ ഇരിക്കാം. വെയിൻസ് പലതരത്തിലുണ്ട് കേട്ടോ വെരിക്കോസ് വെയിൻ. അപ്പോൾ ഇതിന് ഒരുപാട് മരുന്ന് അകത്തേക്ക് കഴിക്കാനുള്ള മരുന്നുണ്ട്. അപ്പം അത് ഡോക്ടറെ കണ്ടു തന്നെ കഴിച്ചോളൂ കേട്ടോ. ഞാൻ ഇതിലൂടെ പറയുന്നത് ശരിയല്ലല്ലോ, കാരണം അകത്തേക്കുള്ളതാണ്. അപ്പോൾ അത് പല സിറപ്പായിട്ടും അതുപോലെ ഗുളികകൾ ടാബ്ലറ്റ് ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് എഴുതി മേടിച്ചോളൂ കേട്ടോ. പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് തന്നെ എഴുതി തരും, അത് മേടിച്ചോളൂ. പിന്നെ അല്ലാതെ പുറമേ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അകത്തേക്കുള്ള ഒരുപാട് മരുന്നുകളുണ്ട് കേട്ടോ. ഗുൾഗുലു പോലത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ നേരം നിൽക്കാനോ കൂടുതൽ നേരം ഇരിക്കാനോ പാടില്ല. അതായത് നമ്മൾ ഈ കാലിന് ബലം കൊടുക്കാൻ പാടില്ല. കാല് ഒരുപാട് നേരം തൂക്കിയിട്ട് ഇരിക്കാൻ പാടില്ല. അതാണ് നമ്മൾ ഇരിക്കാനോ കൂടുതൽ നേരം ഇരിക്കാനോ കൂടുതൽ നേരം നിൽക്കാനോ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കിടക്കുവാണെങ്കിലും ഇരിക്കുവാണെങ്കിലും കാല് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇരിക്കാൻ ശ്രമിക്കാം കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ ശരിയാവാനാണ്. ബ്ലഡ് സർക്കുലേഷൻ ശരിയാവുമ്പോൾ തന്നെ നമുക്ക് ആ വേദനകൾ ഉണ്ടാവില്ല കേട്ടോ. നമ്മളപ്പോൾ ഇപ്പോൾ കിടക്കുമ്പോൾ വലിയ പൊക്കത്തിലുള്ള സ്ഥലത്തേക്ക് കാല് പൊക്കി വെക്കാം. കാല് പൊക്കി വെച്ചിട്ട് കീഴ്പോട്ട് കിടക്കുന്ന രീതിയിൽ വേണം കിടക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ടാണത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കാസ്റ്റർ ഓയിൽ ഉണ്ടല്ലോ, കടുകെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്ക് വേണം ഈ വെരിക്കോസ് വെയിനിന് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ മുട്ടുവേദന കാലുവേദനയ്ക്ക് നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്കാണല്ലോ ചെയ്യുന്നത്. പക്ഷെ വെരിക്കോസ് വെയിന് നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്ക് വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ. ജെന്റ്ലി. അപ്പൊ അതൊക്കെ വേണം നമ്മൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വേണം, ബലം പിടിക്കേണ്ട, സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ടോ. ബ്ലഡ് അവിടെ ഇവിടെ ഇങ്ങനെ ഫ്ലോ ഇല്ലാതെ കട്ട പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അതാണ് ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. ഭയങ്കര കട്ടികഴപ്പ് ആയിരിക്കും നമുക്ക് ആ വെയിൻ കേട്ടോ. കൂടുതൽ നേരം നിൽക്കണവർക്കാണ് കൂടുതൽ പ്രശ്നം വെരിക്കോസ് വരുന്നത്. ചിലത് ചെറുതായിട്ട് കാണാം, വെയിൻ ഇങ്ങനെ പൊങ്ങി നിൽക്കണമായിട്ട് കാണാം. ചിലർക്ക് അത് പൊട്ടിയിട്ട് പുറത്തേക്ക് ബ്ലഡ് ചീറ്റുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം. അതുപോലെ അത് പഴുത്ത് വരാം. അപ്പോൾ അലോപ്പതിയിൽ അതിന് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞാലും പിന്നെയും വരും ഈ പ്രശ്നങ്ങൾ കേട്ടോ. അപ്പൊ എന്താണോ ഡോക്ടറെ കണ്ട് സ്ഥായിയായ ശമനത്തിന് വേണ്ടിയിട്ട് കേട്ടോ മരുന്ന് കഴിക്കുക. അതാണ് കേട്ടോ. ഈ വെയിൻസിലെ ബ്ലഡ് പ്രഷർ കൂടാന്ന് പറയും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെയുള്ള വെയിൻസ് വരാം കേട്ടോ. വെരിക്കോസ് വെയിൻസ് ഇതുപോലെ ബൾജ് ചെയ്ത് വരാം. കൂടുതൽ നേരം ഇരിക്കേണ്ട. അതുപോലെ കൂടുതൽ സമയം നമ്മൾ കാല് രണ്ടും പൊക്കി ഇരിക്കാൻ ശ്രമിക്കുക വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത്. കിടക്കുവാണെങ്കിലും അടുത്ത് വല്ല ജനലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജനലമേ കയറ്റി വയ്ക്കാം. മുകളിലേക്ക് കാല് കയറുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കുറേ ആശ്വാസമുണ്ട്, റിലീഫ് ഉണ്ടാവും കേട്ടോ ഇതിന്. പിന്നെ അലോവേര ജെല്ല് നല്ലതാണ് കേട്ടോ, അപ്ലൈ ചെയ്യാം അതിലേക്ക്. അത് നല്ല ഓർഗാനിക് ആയിട്ടുള്ള, ഇപ്പം നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ നന്നായി നമ്മൾ എടുക്കാം, എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ എക്സർസൈസ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ, പെയിനും റിലീഫ് കിട്ടും. പിന്നെ ഉറക്കം നിൽക്കാതിരിക്കാം കേട്ടോ, നന്നായിട്ട് ഉറക്കം വേണം ഇതിന്. പിന്നെ നമുക്ക് ഈ ഹാർട്ടിലേക്കുള്ള പമ്പ്, ഈ ബ്ലഡ് ഫ്ലോ ഉണ്ടല്ലോ, അത് ഈ വെയിൻസിലൂടെ ഉണ്ടാവും കേട്ടോ.
കേട്ടോ. അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക, ഉറക്കം നിൽക്കരുത്, കൂടുതൽ ഓവർ ടെൻഷൻ പാടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ മുടിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ഞാൻ പറയുന്ന പോലെ ടിപ്സൊക്കെ ചോദിച്ചു എന്നോട്, എളുപ്പത്തിൽ ചെയ്യാവുന്ന ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കറ്റാർവാഴ ഒലിവ് ഓയിൽ തേക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം അതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ ധാരാളം വെള്ളം കുടിക്കുക, കെയർ ചെയ്യുക. അധികം ഒന്നും ഓയിൽ തേക്കണ്ട കേട്ടോ. ഓയിൽ ഒരുപാടൊന്നും തേച്ച് നിൽക്കണ്ട കേട്ടോ. ഇന്നലത്തെ ഓയിലൊക്കെ കണ്ടോ, ഓയിൽ കുറഞ്ഞു കണ്ടോ. ഞാൻ ഇന്ന് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസാണ് തേച്ചത് കേട്ടോ. ബീറ്റ്റൂട്ട് ജ്യൂസ്, അതിൽ ബീറ്റ്റൂട്ട് ജ്യൂസിൽ നെല്ലിക്കപ്പൊടി ചേർത്തു. നെല്ലിക്കപ്പൊടി കുറച്ച് മൈലാഞ്ചിപ്പൊടി ഇത് തേച്ചതാണ് കേട്ടോ, ചേർത്ത് തേച്ചതാണ്. അപ്പോൾ ഇന്നലത്തെ ഓവറായിട്ടുള്ള അതിനു മുമ്പ് ജെല്ലും തേച്ചു കേട്ടോ. കറ്റാർവാഴ ജെല്ല് കണ്ടല്ലോ ഇന്നലെ തേച്ചത്. അതിന് ശേഷം അതൊന്ന് വലിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബീറ്റ്റൂട്ട് ജ്യൂസ് കഴിച്ചു. ബീറ്റ്റൂട്ട് ജ്യൂസിൽ നെല്ലിക്കപ്പൊടിയും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൈലാഞ്ചിപ്പൊടിയും കൂടി തേച്ച പാക്കാണ് കേട്ടോ. അപ്പോൾ ഓവറായിട്ടുള്ള എണ്ണയൊന്നുമില്ല കണ്ടോ. ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബീറ്റ്റൂട്ട് അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബീറ്റ്റൂട്ട് ജ്യൂസ്, നമുക്ക് ബീറ്റ്റൂട്ട് ജ്യൂസ് കൊണ്ടിട്ട് ഹെയർ ഡൈ ഉണ്ടാക്കുന്ന വിധമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടോളൂ കേട്ടോ. മുടിയിൽ നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവും. ഈ ബ്രൗൺ ആയിട്ടുള്ളവരുടെ മുടിയും നരച്ച മുടിയൊക്കെ ബ്ലാക്ക് ആവുന്നത് എങ്ങനെയാണ്, ഹെയർ ഡൈയെ കുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നെല്ലിക്കപ്പൊടി തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള, അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലോ അല്ലെങ്കിൽ ഫ്ലാക്സീഡ് ജെല്ലോ, ഏത് ജെല്ലായാലും കുഴപ്പമില്ല, മുടിയിൽ ഓവറായിട്ട് നിൽക്കുന്ന ആ ഓയിലിനെ വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഓയിൽ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഷാമ്പു ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുടിയിൽ അഴുക്കും പോകും കേട്ടോ. മുടിയിലുള്ള അഴുക്കും ഒക്കെ പോകും. ഇപ്പോൾ കുറച്ച് ദിവസം എണ്ണയൊക്കെ തേച്ച് നിൽക്കുമ്പോൾ അതിലുള്ള അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം പോകും. തലയോടും മുടി എല്ലാം വൃത്തിയാക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പാക്കായിട്ട് ഇതും ചെയ്യാം കേട്ടോ. ബീറ്റ്റൂട്ട് ജ്യൂസിൽ തേയില ഇട്ട് തിളപ്പിച്ചതാണ് കേട്ടോ. അതിൻ്റെ ഒരു വലിയ വീഡിയോ തന്നെ, വിശദീകരിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പോയി കാണാം എല്ലാവരും കേട്ടോ. അപ്പോൾ മുടിക്ക് നല്ല നിറവും കിട്ടും, ആരോഗ്യം ഉണ്ടാവും മുടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഭംഗിയായി മുടി സൂക്ഷിക്കുക, വെള്ളം കുടിക്കുക, മുടി പിന്നിട്ട് കിടക്കുക കേട്ടോ. മുടി വിരലുകൊണ്ട് പിടുത്തുക. മാക്സിമം നമ്മൾ മുടിയുടെ വളം കൈയെന്ന് പറയുന്ന പോലെ എപ്പോഴും നമ്മൾ കൈ വെച്ചിട്ട് പിടുത്താം കേട്ടോ. കോമ്പ് ഉപയോഗിച്ച് ഒരിക്കലും ഈരി പൊട്ടിക്കരുത് കേട്ടോ. കോമ്പ് ഉപയോഗിക്കാം, ജടയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ പതുക്കെ മസാജിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. മുടി ഊരിപ്പോണതിനെ കുറിച്ച് ഒന്നും വിഷമിക്കണ്ട. പോയ മുടി എല്ലാം നമ്മുടെ ടിപ്സും മാസ്കും പാക്കിലൂടെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു ടിപ്പുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നല്ല വരട്ടെ.